സാമൂഹ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തിവരുന്നത്. ഇന്നത്തെ സെഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ഡാനി പി ബിജുവിനെ പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നിഷിന്റെ യൂട്യൂബ് ചാനൽ വഴി ലൈവ് സ്ട്രീമിംഗിലൂടെയും കാണാവുന്നതാണ്. പാർക്കിൻസൺസ് ബാധിതർ വീഴുന്നത് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ ബിനു ജെയിംസ് ആണ്. ന്യൂറോ ഫിസിയോതെറാപ്പിയിൽ 25 വർഷത്തോളമുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് നല്ലൊരു മുതൽക്കൂട്ടാണ്. പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ ബിനു ജെയിംസിനെ ക്ഷണിക്കുന്നു. വെൽക്കം സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ നിഷിനോടും ഇതിന്റെ കോർഡിനേറ്റേഴ്സിനും ഒരു നന്ദി പറയുന്നു, എന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിന് സെലക്ട് ചെയ്ത്. ഇപ്പോ നമ്മൾ ഇന്ന് ഈ സെഷൻ ഉദ്ദേശിക്കുന്നത് പാർക്കിൻസൺസ് അസുഖത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പാർക്കിൻസൺസ് അസുഖം ബാധിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് വീട്ടിലുള്ളവർ എങ്ങനെയാണ് പാർക്കിൻസൺസ് രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത്. ഇവരുടെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഇവർക്ക് ഇടയ്ക്കെല്ലാം വീഴ്ച ഉണ്ടാകാവുന്നത്. അപ്പോൾ വീഴ്ചയിൽ നിന്നും എങ്ങനെ നമുക്ക് ഇവരെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇവരെ അധികം ബുദ്ധിമുട്ടില്ലാതെ മാക്സിമം ഒപ്റ്റിമൽ കപ്പാസിറ്റിയിൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് ഞാൻ. എങ്ങനെ നമുക്ക് ഈ രോഗികളെ നമുക്ക് ഏറ്റവും നന്നായി പരിചരിക്കാം എന്നതാണ്. ഹോൾഡ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടെ പറയാം. അതായത് ഈ നമ്മുടെ പാർക്കിൻസൺസ് അസുഖം അല്ലെങ്കിൽ പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം ബാധിച്ച ആൾക്കാര് വീട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏറ്റവും നന്നായി പരിചരിക്കാം എന്നുള്ളതിന്റെയും പിന്നെ ഫിസിയോതെറാപ്പിയുടെ ആവശ്യകതയെ കുറിച്ചൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ, ഇന്നത്തെ നമ്മുടെ ഈ സെമിനാറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം എന്താണെന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം ഈ രോഗ നിയന്ത്രണത്തിനായിട്ടുള്ള നിരന്തര പരിശ്രമത്തിന്റെ ആവശ്യകത എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ പരിചരിച്ചു, ഒരു മാസം പരിചരിച്ചു, 6 മാസം പരിചരിച്ചു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂട്ടിരിപ്പുകാർക്കും വീട്ടിലുള്ളവർക്കും രോഗിക്കും ഒക്കെ ഒരു മടുപ്പ് ഉണ്ടാകും. അപ്പൊ ആ മടുപ്പ് ഉണ്ടാവാതെ നമുക്ക് എങ്ങനെ ഈ രോഗത്തെ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിലോ ഏറ്റവും നല്ല രീതിയിൽ ഈ രോഗിക്ക് പരിചരണം കൊടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം വരാതെ ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ക്രമപ്പെടുത്താം. അതുപോലെ ഫിസിയോതെറാപ്പി എന്തിനാണ്, അതിന്റെ ആവശ്യകത എന്താണ്, പിന്നെ ചില വ്യായാമങ്ങളുടെ സ്ലൈഡ്സ്, ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കടക്കാം. നെക്സ്റ്റ്. ഹലോ, സാറിന് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ സാറേ? ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. സാറിന് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? ചെക്ക് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ലേ? അല്ല, സാറിന് ഒരു ക്ലിയർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ലൗഡർ ആക്കിയാ മതിയോ? സാറിന് എനിക്ക് മൈക്കിന്റെ ആണെന്ന് തോന്നുന്നു. അതില്ലാതെ കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവാണ് കേൾക്കുന്നത്. ഇറ്റ്സ് ഓഡിബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശരി സാർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം നമ്മൾ സംസാരിച്ചു. എന്താണ് പാർക്കിൻസൺസ് രോഗം എന്ന് മനസ്സിലാക്കുക,
അപ്പോൾ ഇതോടൊപ്പം നെക്സ്റ്റ് സ്ലൈഡ്. ഇതോടൊപ്പം ഞാൻ തൊട്ട് മുമ്പ് ജസ്റ്റ് ബിഫോർ ദാറ്റ് back. ഓക്കെ, ഞാൻ ഈ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഇന്ത്യയിലെ ചില ഗവേഷണങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കാര്യം എങ്ങനെയാണ് ഈ രോഗം പടരുന്നത്, എത്രത്തോളമാണ് ഈ രോഗത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം കാഠിന്യമേറിയതാണ് ഈ അവസ്ഥ, ഈ പാർക്കിൻസൺസ് അസുഖം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഏകദേശം ഒരു 10 മുതൽ 15 ലക്ഷം ആൾക്കാർക്ക് ഇന്ന് ഇന്ത്യയിൽ പാർക്കിൻസൺസ് ഉണ്ടതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ 60 വയസ്സിന് മേലിലുള്ളവർക്കാണ് പാർക്കിൻസൺസ് ഉണ്ടാകുന്നത്. പല പ്രാദേശിക വ്യതിയാനങ്ങളും ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മുംബൈയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാർക്ക് പാർക്കിൻസൺസ് ഡിസീസ് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ, ശരിക്കും ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറവാണ്. അപ്പോ എങ്കിലും നമ്പർ വൈസ് കൂടുതൽ വരാൻ കാരണം മുംബൈയിൽ പാഴ്സി എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് പാർക്കിൻസൺസ് ഡിസീസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പോകുന്നത് കൂടുതലായിട്ട്, ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മേൽനിൽക്കുന്നത്. അപ്പോ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഏകദേശം 2050 ആകുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 28 ലക്ഷം ആൾക്കാർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പല കാരണങ്ങളാണ്, നെക്സ്റ്റ് സ്ലൈഡ്, പല കാരണങ്ങളാണ് പാർക്കിൻസൺസ് ഡിസീസിന് വരുന്നത്. അപ്പം ഇതില് ഏറ്റവും കൂടുതൽ പറയുന്നത് ജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയും. ജനിതക ഘടകങ്ങൾ ഉണ്ടാവാം, അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ സാമൂഹിക പരിതസ്ഥിതി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകും. അങ്ങനെ മറ്റു പല ഘടകങ്ങളുണ്ട്. പ്രായം ഒരു ഘടകമാണ്. 60 വയസ്സിന് മേലിലുള്ളവർക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറ്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു ക്ലിക്കും കൂടെ ക്ലിക്ക് ചെയ്യൂ. വൺ മോർ ക്ലിക്ക് പ്ലീസ്. ഓക്കെ, ഇത് ലോകം മുഴുവനുള്ള ഒരു ഈ പാർക്കിൻസൺസ് ഡിസീസ് വരുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞ 1 ലക്ഷം ആൾക്കാരിൽ എടുത്താൽ അതിൽ 70 പേർക്കാണ് പാർക്കിൻസൺസ് അസുഖം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബൈയിലെ പാഴ്സി എന്ന സമൂഹത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇത് രേഖപ്പെടുത്തുന്നത്. അത് ഏകദേശം 1,328 പേർക്കാണ് ഇത് വരിക. അപ്പം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ലോകത്തിൽ ഇതിന്റെ കണക്കുകൾ എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ട 2 സ്ലൈഡുകളാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു പഠനമാണ്. ഏകദേശം 20,000 ആൾക്കാരെ വെച്ച് നടത്തിയ ഒരു പഠനമാണ്. ഈ എങ്ങനെയാണ് പാർക്കിൻസൺസ് ഡിസീസിനെ ജനിതക മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഒരു റെഫറൻസും കൂടെ ഞാൻ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ ഏകദേശം ഇനിയാണ് നമ്മൾ ശരിക്കും പാർക്കിൻസൺസ് അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേജസ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ തുടങ്ങും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതില് വിവിധ ഘട്ടങ്ങളുണ്ട്. 5 സ്റ്റേജ് ആയിട്ടാണ് പാർക്കിൻസൺസ് ഡിസീസിനെ തിരിച്ചിരിക്കുന്നത്. ഓരോ രോഗിയുടെയും അവസ്ഥകൾ ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലെ കുറെ നാളുകൾ കഴിയുമ്പോൾ എങ്ങനെയാണ് ഓരോ രോഗിയുടെയും ശാരീരിക അവസ്ഥ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു 5 ആയിട്ട് പാർക്കിൻസൺസ് ഡിസീസിനെ തിരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നതും പാർക്കിൻസോണിസം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ വിറയലുകളും നമുക്കറിയാം. പാർക്കിൻസോണിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിറയലാണ്, സ്ലോനെസ് ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതായത് നടക്കാനുള്ള കുറച്ച് ഒരു പതുക്കെ അതിന്റെ സ്പീഡ് കുറയുക, അതുപോലെ മുമ്പോട്ടൊരു വളവ് വരിക, ഒരു കുനിവ് വരിക, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ
റിലീസ് ചെയ്യുന്നതിന്റെ കുറവുണ്ടാവുമ്പോഴാണ് പാർക്കിൻസൺസ് അസുഖം വരുന്നത്, നമുക്കറിയാം. അപ്പം ഇതില് ശരിക്കും പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഇതിന്റെ ചില സിംറ്റംസ്, അതായത് ഇതിന്റെ ചില ലക്ഷണങ്ങൾ മാത്രം കാണുന്നതിന് പാർക്കിൻസോണിസം എന്നും, പാർക്കിൻസൺസ് ഡിസീസ് ആണ്, ഇതൊരു പാർക്കിൻസൺസ് രോഗം ആണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈ ഡോപ്പമിന്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മളിത് മനസ്സിലാക്കുക. അപ്പം ശരിക്കും നമുക്ക് അതായത് രോഗികൾക്കാണ് നമ്മളിപ്പോ പാർക്കിൻസൺസ് രോഗമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു ഇവാലുവേഷൻ നടത്തി ഇത് പാർക്കിൻസോണിസം ആണോ അതോ പാർക്കിൻസൺസ് അസുഖമാണോ എന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ പാർക്കിൻസൺസ് അസുഖത്തിന് വരുന്ന 5 സ്റ്റേജുകളാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കാം, ചെറിയൊരു വിറയലായിരിക്കാം, ബാലൻസിന്റെ ഇഷ്യൂ ആയിരിക്കാം, ഒരു വശത്തേക്ക് വേച്ചു പോകുന്നതാവാം. അതുപോലെ അതാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ 2 ഭാഗത്തേക്ക് വ്യാപിക്കും. അപ്പോ റെസ്റ്റിംഗ് ട്രെമേഴ്സ് എന്ന് പറയുന്നത്, അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും കൈകൾ വിറച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ചിലപ്പോൾ ഒരു കൈക്ക് മാത്രമായിരിക്കും വിറയുന്നത്. അത് നമുക്ക് സ്റ്റേജ് 1 എന്ന് പറയാം. അതുപോലെ തന്നെ 2 കൈകൾക്കും ഒരുപോലെ വിറയലുണ്ടാകുക, പിന്നെ നടക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക. ഈ 2 വശത്തെ ശരീരഭാഗങ്ങൾക്കും ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയും. അതുപോലെ നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, പ്രത്യേകിച്ച് ആദ്യം ഇതിന്റെ സ്പീഡ് കുറയും, നടപ്പിന്റെ സ്പീഡ് കുറയും, എങ്കിലും ഒരു പതുക്കെ ആണെങ്കിലും നടക്കും, പക്ഷെ ഒരു വശത്തേക്ക് തിരിയാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ബാലൻസിന്റെ പ്രശ്നം, അത് ഇടത്തേക്കോ വലത്തേക്കോ എങ്ങോട്ട് തിരിയുമ്പോഴാണെങ്കിലും ഒരു ബാലൻസിന്റെ പ്രശ്നങ്ങൾ വരിക. ഇതിനെ സ്റ്റേജ് 3 ആണ് നമുക്ക് കണക്കാക്കണം. ഈ രോഗലക്ഷണങ്ങൾ കൂടി വരുന്നു, എണീക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, ആൾക്ക് ഏത് സമയവും ഈ മൂഡ് സ്വിങ്സ് വരുന്നു, അതായത് നമുക്ക് ഈ പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് വന്ന് ഒരു സപ്പോർട്ടോട് കൂടിയേ നമുക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജാണ് ശരിക്കും സ്റ്റേജ് 4 എന്ന് പറയുന്നത്. സ്റ്റേജ് 5 എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നടക്കാനോ എടുക്കാനോ ബാക്കി കാര്യങ്ങളോ എല്ലാ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 5. ആരുടെയെങ്കിലും സഹായത്തോടുകൂടി മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ, ബെഡിൽ നിന്ന് എണീറ്റിരിക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പിയുടെ അല്ലെങ്കിൽ ഈ എക്സസൈസിന്റെ ഏറ്റവും വളരെ പ്രാധാന്യം ഇവിടെ തന്നെയാണ്, ഈ സ്റ്റേജസിലാണ്. കാര്യം ഈ സ്റ്റേജ് 1 നിന്നും സ്റ്റേജ് 2 2 നിന്ന് 3 3 നിന്ന് 4 4 നിന്ന് 5 പെട്ടെന്ന് തന്നെ ഈ രോഗി കടന്നു പോയേക്കാം. അപ്പൊ ഈ ഏത് സ്റ്റേജിലാണോ ഇപ്പോൾ ഉള്ളത് ആ സ്റ്റേജിനെ മാക്സിമം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയുടെയും എക്സസൈസിന്റെ ഒക്കെ പ്രാധാന്യം. മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് ചെയ്യാവുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആ എക്സസൈസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മുമ്പോട്ടുള്ള സ്ലൈഡ്സിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ രോഗിക്ക് ഈ പാർക്കിൻസൺസ് അസുഖം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ, പാർക്കിൻസൺസ് അസുഖം നമുക്ക് ജീവിതകാലം മുഴുവനും പാർക്കിൻസൺസ് അസുഖം ഉണ്ടാകും. ഇതിനെ പൂർണ്ണമായി എടുത്തു മാറ്റുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ ഈ രോഗത്തെ മനസ്സിലാക്കി ഈ രോഗത്തിന്റെ പ്രശ്നങ്ങൾ, മുമ്പോട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ രോഗിക്ക് ഒരു പരിചരണം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഫങ്ഷൻസിനെയും നമ്മുടെ ഇൻഡിപെൻഡൻസിനെയും, അതായത് നമ്മുടെ പ്രവർത്തനശേഷി, സ്വയം പര്യാപ്തത, ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ്. അറ്റ് പ്രസന്റ് ഏത് സ്റ്റേജിലാണോ ഒരു രോഗിയുള്ളത് ആ സ്റ്റേജിനെ മിനിമം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അടുത്ത ഒരു സ്റ്റേജിലേക്ക് വേഴ്സൺ ചെയ്യാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം ജീവിത നിലവാരം ഉയർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം, വ്യായാമങ്ങളും പ്രത്യേക കുറച്ച് ശരീര ചലന രീതികൾ, എക്സസൈസും, നമ്മുടെ ഒരു എന്താ പറയുക മൊബിലിറ്റി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പോസ്റ്റർ,
നമ്മുടെ ശരീരത്തിന്റെ ഘടന, എങ്ങനെയാണ് നമ്മുടെ ശരീരഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുമ്പോട്ട് വളയുന്ന രീതിയിലേക്ക് വരാം, ഇരിക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരാം. ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഇതിനെ ഒന്ന് രോഗിക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം മിറർ തെറാപ്പി എന്നൊക്കെ പറയും, അതായത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്സസൈസുകൾ ചെയ്യിപ്പിക്കുക, മുഖത്തിന്റെ ചലന വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുക. ഇതാണ് അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ശരീരത്തിൽ ഈ പാർക്കിൻസൺസ് രോഗം ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ പരിസരത്തിനോ വീട്ടുകാർക്കോ ഒക്കെ അറിയാൻ പറ്റും, ഒരു ടൈറ്റ്നെസ് ഉണ്ടാവും, ശരി, ഒരു പിടുത്തം ഉണ്ടാവും, ബലം പിടുത്തം ഉണ്ടാവും. അത് അത്ര ഈസി അല്ല. ഇപ്പൊ നമ്മൾ കൈ എടുക്കണമെന്ന് നമുക്ക് ഇങ്ങനെ മടക്കുന്നതിന് പകരം ഒരു ബലം പിടിച്ചിട്ടായിരിക്കും ഓരോ എല്ലാ മൂവ്മെന്റ്സും ചെയ്യും. അപ്പൊ ഈ ബലം പിടുത്തം പരമാവധി കുറയ്ക്കുക എന്നുള്ളതും ശരീരത്തിന്റെ പേശികൾക്ക് ബലം വർദ്ധിപ്പിക്കാൻ, അതായത് സ്ട്രെങ്ത് എന്ന് പറയും, മസിൽ സ്ട്രെങ്ത്, നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് എന്താ പറയുക, ചെറിയ ചെറിയ ഡംബൽസിന്റെ എക്സസൈസ്, അങ്ങനെയുള്ള എക്സസൈസുകൾ ആ ഒരു ശരീരത്തിന്റെ മസിലുകൾ, പേശിക്ക് കുറച്ചും കൂടെ ബലം വർദ്ധിപ്പിക്കുന്ന അതും ഫിസിയോതെറാപ്പിയുടെ മറ്റൊരു ഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാവം, പോസ്റ്റർ, നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ബാലൻസ്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെമിനാറിന്റെ പ്രധാന കാര്യവും വീഴാനുള്ള സാധ്യത കുറയ്ക്കുക. കാര്യം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ പാർക്കിൻസൺസ് രോഗമുള്ള ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അയ്യോ ഞാൻ നടക്കുമ്പോൾ വീഴുമോ, എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നടക്കാൻ പറ്റും, പക്ഷെ പേടിയാണ്, ഞാൻ വീഴുമോ എന്നുള്ളൊരു പേടി, ആ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക, അത് കുറയ്ക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ വളരെ ഈ രോഗാവസ്ഥയിലുള്ള ആൾക്കാരുടെ ശ്വാസോച്ഛ്വാസം വളരെ മന്ദഗതിയിലായിരിക്കും, ഷാലോ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് അവരധികം വളരെ മിനിമൽ ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമേ. അപ്പൊ ചില ശ്വസന വ്യായാമങ്ങളിലൂടെ, അതായത് ബ്രീത്തിങ് എക്സസൈസിലൂടെ, അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് ഇവരുടെ എൻഡ്യൂറൻസ് കൂട്ടാൻ പറ്റും. കുറച്ചും കൂടെ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ ശ്വാസം എടുത്ത് വിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ലെവലിന് വ്യത്യാസം വരും, ശരീരത്തിന്റെ എനർജി ലെവലിന് വ്യത്യാസം വരും. അപ്പൊ ഇതൊക്കെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. അതുപോലെ തന്നെ ഈ ബോധവൽക്കരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർക്കിൻസൺസ് അസുഖമുള്ള ഒരാൾക്ക് എത്ര ഈ സ്ഥിരോത്സാഹം, ദ ആർട്ട് ഓഫ് പെർസീവറൻസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും നാളൊന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് രോഗിയോ കൂട്ടിരിപ്പുകാരോ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഈ അക്സെപ്റ്റ്, അതായത് നമുക്ക് ഇതാണ് അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് മോശമാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ രോഗിക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് എത്ര നല്ല പരിചരണം കൊടുക്കാം, ഇയാൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യാം, അതിന്റെ ഒരു ബോധവൽക്കരണവും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ മരുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഫിസിയോതെറാപ്പി ചികിത്സയും, അതായത് അതിന്റെ വ്യായാമങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു ദിവസമോ ഒരു ദിവസത്തിൽ ഒരു നേരമോ അങ്ങനെയല്ല ചെയ്യുക. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് പ്രധാനമായും വരുന്ന 5 കാര്യങ്ങൾ, 5 I's നമ്മുടെ 5 I. അതായത് നമ്മൾ ചെയ്യുന്നത് ഇംപ്രൂവ് ബാലൻസ്, ശരീരത്തിന്റെ ബാലൻസിനെ ഒന്ന് മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ ഇംപ്രൂവ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേശികൾക്കുള്ള ബലവും പേശി മുറുക്കം കുറയ്ക്കുക, കുറച്ചും കൂടെ ആയാസമാക്കുക, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കുക. ഒരു റിജിഡ് പോസ്റ്റർ ആയിരിക്കും നിൽക്കുമ്പോഴാണെങ്കിലും വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് സാധാരണ പാർക്കിൻസൺസ് ആൾക്കാർ. അപ്പൊ അതിനെ, ആ ടൈറ്റ്നെസ്സിനെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ ഇൻക്രീസ് ദ സൈസ് ഓഫ് മൂവ്മെന്റ്, അതായത് നമ്മുടെ ചലനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം എന്റെ കൈ കാണാൻ ഞാൻ കുറച്ചും കൂടെ ബാക്കിലായിരിക്കും. അപ്പൊ എന്റെ കൈ യൂഷ്വലി നമ്മൾ ഇങ്ങനെ മടക്കുന്നു, ഇത്ര മടക്കുന്നു, ഇതാണ് എന്റെ നോർമൽ റേഞ്ച്. പാർക്കിൻസൺസ് ഉള്ള ആൾക്കാരിൽ ചിലവർക്ക് ഈ മൂവ്മെന്റ് ചിലപ്പോൾ ഒരു ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും, അതായത് ആ കംപ്ലീറ്റ് ആയിട്ട് കൈ മടക്കിയതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാത്ത അവസ്ഥ. മിനിമൽ മൂവ്മെന്റ്സ് മാത്രമേ അവർ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവർക്ക് നല്ലപോലെ ഒന്ന് വാരിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുക. അതുപോലെ ട്രെമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ, ഈ വിറയലുള്ളത് കൊണ്ട് തന്നെ എടുക്കുന്ന ഭക്ഷണങ്ങൾ താഴെ പോകാനുള്ള സാധ്യത. അപ്പൊ ഇതിനെ മാക്സിമം ഒന്ന് കറക്റ്റ് ചെയ്യുക.
അതും ഇതിന്റെ ഭാഗമാണ്. അതുപോലെ ശരീരഭാവം ഞാൻ നേരത്തെ ഇംപ്രൂവ് പോസ്റ്റർ നന്നാക്കുക. പിന്നെ ഈ ഫ്രീസിങ് ഓഫ് ഗെയിറ്റ് എന്ന് പറയാറുണ്ട്. അതായത് നടക്കുന്ന സമയത്ത് കുറച്ചു നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല, നിന്നു പോകുന്ന ഒരവസ്ഥ. ഇതും പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണവും ഒരു വലിയൊരു ചലഞ്ചിങ് ഫാക്ടറും കൂടാണ് ഈ ഒരു ഇതാണ്. അതായത് നടക്കുന്ന സമയത്ത് നിന്നു പോവുക, ഒരു സ്ഥലത്ത് നടക്കുന്നു, അവിടുന്ന് പിന്നെ മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല, ഇരിക്കാൻ പറ്റില്ല. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ബാലൻസറും കോർഡിനേഷനും വേണ്ടിയുള്ള ചില വ്യായാമങ്ങൾ ആണ് ഞാൻ ഈ ചാർട്ടിൽ. എല്ലാ ആൾക്കാർക്കും നിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഓരോ അവസ്ഥകളനുസരിച്ച്, രോഗാവസ്ഥകളനുസരിച്ച് ഓരോ സ്റ്റേജസ് മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇതില് ആദ്യം കാണിച്ചിരിക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസിന്റെ എക്സസൈസ് ആണ്. ഒരു കാല് ഏതെങ്കിലും ഒരു ബോളാവാം, അല്ലെങ്കിൽ കുറച്ച് ഒരു ഹൈറ്റ് ഉള്ള ഒരു തടിയുടെ കഷ്ണമാവാം, എന്തെങ്കിലും ഒരു കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റും, ഇവിടെ എല്ലാം ബ്ലാക്ക് കളറിൽ. അങ്ങനെ ഒരു ഹൈറ്റ് ഉള്ള ഒരു രണ്ട് കാലിന്റെ ഒരേ രീതിയിൽ ഇരിക്കാതെ ഒരു കാലിന് കുറച്ച് ഹൈറ്റ് വരത്തക്ക രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ചെയ്യേണ്ട എക്സസൈസ് ആണ് ഈ ആദ്യത്തെ എക്സസൈസ്. അതായത് നമ്മുടെ കാലിന്റെ മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ ഭിത്തിയിൽ പിടിച്ചു നിന്ന് ചെയ്യാം, തനിയെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തനിയെ ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരാൾ എപ്പോഴും അടുത്തുണ്ടാവണം. നേരത്തെ പറഞ്ഞാൽ വീഴാതിരിക്കാനായിട്ട് ഒരാൾ എപ്പോഴും അടുത്തുണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റെപ്പിൽ കാല് വെക്കുക, ഹൈറ്റ് ഉള്ള സ്ഥലത്ത് കാല് വെക്കുക, മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യും. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് റെപ്പറ്റീഷൻ. നമ്മൾ എത്ര തവണ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതുപോലെ ടൈം ഓഫ് എക്സസൈസ്, ഏത് സമയത്താണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ഇപ്പോ ചില ദിവസങ്ങളിൽ രാവിലെ ഭയങ്കര ക്ഷീണിതനായിരിക്കാം രോഗി, അപ്പൊ അവർക്ക് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമുള്ള സമയം ഭയങ്കര ഉറക്കം വരുന്ന സമയമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഈ രോഗി ഉണർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലസന്റ് മൈൻഡ് സെറ്റിലുള്ള ഒരു സമയത്താണ് എക്സസൈസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കേണ്ടതായിരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കാല് മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് ഒരു 15 മുതൽ 30 തവണ വരെയാണ് എപ്പോഴും ചെയ്യാനായിട്ട് നല്ലത്. ഇത് 5 തവണ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ വെരി ഗുഡ്. പക്ഷെ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ 5 തവണ ചെയ്യുകയും നാളെ ഈ 5 എന്നുള്ളത് 6 7 ആക്കുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ ഒരിക്കലും 5 എന്നുള്ളത് 4 3 താങ്ങും. ഇതാണ് ആദ്യത്തെ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസിലേക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പിൽ കാല്, ഞാൻ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലേക്കാണ്, ഒരു വുഡൻ പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞു. ആ പ്ലാറ്റ്ഫോമിൽ കാല് വെച്ചതിന് ശേഷം അടുത്ത കാല് പുറകിലേക്കും മുമ്പിലേക്കും എടുക്കണം, അടുത്ത കാല് ബാക്കിലേക്ക് കൊണ്ടുപോവുക, മുമ്പിലേക്ക്. ഇത് ബാലൻസ് ട്രെയിനിങ്ങിന് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ പോസ്റ്ററിലേക്ക് നിൽക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു കാല് ഈ സ്റ്റെപ്പിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റു കാല് ആ വശത്തെ കയ്യിൽ മുകളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യും. അടുത്ത കാല് വരുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത കാല് ചെയ്യുമ്പോൾ ആ കാല് മുട്ട് മടക്കുന്നതോടൊപ്പം, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ മുട്ട് മടക്കുന്നതോടൊപ്പം കൈയും കൂടെ പോവുക എന്നുള്ളതാണ്. ഈ എക്സസൈസ് ആണ് മൂന്നാമതായിട്ട് പറയുന്നത്. 4 ലഞ്ചസ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു കാല് ഈ സ്റ്റെപ്പിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റേ കാല് ബാക്കിലേക്ക് വെക്കുക. വലത് കാലാണ് സ്റ്റെപ്പിലുള്ളതെന്നുണ്ടെങ്കിൽ ഇടത് കാല് ബാക്കിലേക്ക് വെക്കുക. മുട്ട് മുമ്പോട്ട് വളച്ച് കൈകൾ മുമ്പോട്ട് പിടിച്ച്, ഈ കയ്യിൽ വേണമെങ്കിൽ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേജ് 1 and 2 ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ എക്സസൈസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് പല രീതിയിലുള്ള എക്സസൈസസ് വരുന്നുണ്ട്, ഇതിനോട് ചെയ്യാനുള്ള എക്സസൈസ് വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇത്രയും നീങ്ങുകൊണ്ടുള്ള ഈ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം
ഈ എക്സസൈസ് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജ് 1-ലോ 2-ലോ ഉള്ള ആൾക്കാർ മാക്സിമം ടൈം ഈ സ്റ്റേജ് 1-ലോ 2-ലോ തന്നെ ആയിരിക്കും. അവർ സ്റ്റേജ് 3-ലേക്ക് പോകുന്നത് എക്സസൈസ് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4-ലേക്ക് പോവുകയും എക്സസൈസ് ചെയ്യുന്ന ഒരാൾ വളരെ സാവധാനം മാത്രമേ സ്റ്റേജ് 2 സ്റ്റേജ് 3-ലേക്ക് പോകാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യായാമത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ലഞ്ചസിന്റെ കാര്യം പറഞ്ഞു. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ കൈകൾ രണ്ടും പുറത്തേക്ക് വിരിച്ചു പിടിച്ചിട്ട് മോളിൽ കണ്ട അതേ എക്സസൈസ്, നമ്മൾ ആദ്യം പറഞ്ഞ എക്സസൈസ് തന്നെ കൈകൾ രണ്ടും രണ്ട് വശത്തേക്ക് വിരിച്ചു വെച്ചിട്ട് മുട്ടുമടക്കി നിവർത്തി ചെയ്യുക. ഈ സമയത്ത് കൂടുള്ള ആൾക്കാർക്ക് രോഗിയുടെ പുറകിൽ നിന്നിട്ട് ഹിപ്പിൽ ഇടുപ്പിന്റെ ഭാഗത്ത് പിടിച്ചോണ്ട് നമുക്ക് ആ എക്സസൈസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അത് മാക്സിമം സപ്പോർട്ട് കുറച്ച് വേണം നമ്മൾ ചെയ്യാൻ. എങ്കിലും ഇതാണ് അടുത്ത ഒരു എക്സസൈസ്. ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് കാണാം കാല് പുറകിലേക്കും മുമ്പോട്ടും പോകുന്ന എക്സസൈസ്. അതായത് സ്കേറ്റിംഗ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ കാണിച്ച ഒരു എക്സസൈസ്. ആ എക്സസൈസ് ചെയ്യുമ്പോഴും കൈ കുറച്ച് വിരിച്ചു പിടിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ആണ് അതിലേക്ക് പറയുന്നത്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ വീഴ്ച പിടിച്ചുകൊണ്ട് തന്നെ കാല് രണ്ട് വശത്തേക്കും അകത്തേയും അടുപ്പിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത ഒരു എക്സസൈസ്. ഇനി നമ്മള് ഒരു വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ചെറിയ ഡംബൽസ് ഒരു 1/2 കിലോയുടെ ആവാം, ഒരു 1 കിലോയുടെ, എത്രയാണോ അദ്ദേഹത്തിന് പറ്റുന്നത്, ആ രോഗിക്ക് എത്ര വെയിറ്റ് ആണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, ഒരു 1/2 കിലോയുടെ വെയിറ്റ് കൈ കൊടുക്കുക, 10 തവണ അനക്കാൻ പറയുക, 10 തവണ മറക്കുന്നു. ഈ 10 തവണ അനായാസമായി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോ വെയിറ്റിലേക്ക് പോകും. 1 കിലോ വെയിറ്റ് വെച്ച് 10 തവണ ചെയ്യാൻ പറയും. 10 തവണ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 കിലോ വെയിറ്റ് എക്സസൈസുകളാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള രോഗികളെ എക്സസൈസ് ചെയ്യിപ്പിച്ച് മടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് കൂട്ടിരിപ്പുകാരെല്ലാം ചെയ്തതിന് വെച്ചാൽ ഇത് 15 തവണ ചെയ്യണം, അല്ലെങ്കിൽ 20 തവണ ചെയ്യണം. നമ്മൾ ഇവരെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് മുഷിപ്പിച്ച് മടുപ്പിച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ചെയ്യും. ഇപ്പൊ ചെയ്തു, എനിക്ക് 2 തവണ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 5 തവണ ചെയ്യാൻ പറ്റുള്ളൂ, മതി, റിലാക്സ് ചെയ്യട്ടെ. നമ്മൾ ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസിലേക്ക് പോട്ടെ. ബ്രീത്തിങ് എക്സസൈസിൽ 3-4 തവണ നല്ല ശ്വാസം വലിച്ചു കൂടുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ എക്സസൈസിലേക്ക് വരാം. അതുപോലെ നേരത്തെ പറഞ്ഞു, എല്ലാ സമയത്തും രാവിലെ ഒരു സമയത്ത് ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാം, ഉച്ചയ്ക്ക് കുറച്ചും കൂടെ ഊണിന് മുമ്പുള്ള കുറച്ച് സമയത്ത് 11 മണി 12 മണി സമയത്ത് കുറച്ചും കൂടെ എനർജി ലെവലുണ്ട്. അപ്പൊ ഈ എനർജി ലെവൽ കൂടുതൽ ഉള്ള സമയത്ത് മാക്സിമം എക്സസൈസുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന് രാവിലെ ഞാൻ 15 പ്രാവശ്യം ചെയ്യിപ്പിച്ചു, നാളെ രാവിലെ ഞാൻ 15 തവണ ചെയ്യിപ്പിക്കും, അങ്ങനെയല്ല. കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, പാർക്കിൻസൺസ് വരുമ്പോൾ എപ്പോഴാണ് മൂഡ് സ്വിങ്സ് വരുന്നത്, എപ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്, എപ്പോഴാണ് ഈ ഡോക്യുമെന്റ് അളവ് കുറയുമ്പോഴാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ബ്രെയിനിൽ ഈ ഡോക്യുമെന്റ് അളവ് കുറയുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എത്ര മണിക്കാണ് അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഓരോ ദിവസവും ആ രോഗിയുടെ അവസ്ഥ, ആ രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. എപ്പോഴും നല്ലത് നമ്മൾ ഒരു ദിവസത്തിന് 4-5 തവണ ഡിവൈഡ് ചെയ്ത് എക്സസൈസ് ചെയ്യും. എങ്കിലും ചില സമയത്ത് എക്സസൈസുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കാനുള്ള ചില വ്യായാമങ്ങളാണ്. ഇതൊന്നും കരുതുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നടക്കുമ്പോൾ ഇടയ്ക്ക് നിന്നു പോകുക, ഫ്രീസിങ് ഗേറ്റ്. അതുപോലെ നടക്കുമ്പോൾ വേച്ചു പോവുക, 2 വശത്തേക്കും വേച്ചു പോവുക. കാലിന് ബലമുണ്ട്, പക്ഷെ ആ ഒരു കൺട്രോൾ കിട്ടുന്നില്ല. ഒരു കാല് മുമ്പോട്ട് നോക്കുമ്പോൾ മുമ്പിലേക്ക് വേച്ചു പോകുന്നു, അടുത്ത കാല് മുമ്പോട്ട് നോക്കുമ്പോൾ ആ വശത്തേക്ക് വേച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാണ് ഈ രണ്ടാമത് കിടക്കുന്ന ബ്രിഡ്ജസ് എന്ന് പറഞ്ഞ എക്സസൈസ്. കിടന്നുകൊണ്ട് തന്നെ 2 കാലുകളും മുട്ടും അടക്കി വെച്ചിട്ട് കൈകൾ 2 സൈഡിലേക്ക് വെച്ച് ഇടുപ്പൽ, അതായത് അരക്കെട്ടിനെ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. മുകളിലേക്ക് ഉയർത്തി എത്ര സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും
എത്ര സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്താൻ പറ്റും, ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ പിടിച്ചു നിർത്തിയതിനു ശേഷം സാവധാനം താഴേക്ക്, ഒറ്റയടിക്ക് താഴോട്ട് താഴാതെ സാവധാനം താഴേക്ക് താഴ്ത്തുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ഫലപ്രദമായ ഒരു എക്സസൈസ് ആണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നടക്കുന്നതിനും ഇടുപ്പിന്റെ മസിലുകൾക്കൊക്കെ കുറച്ചുകൂടി ബലം വരാനും സ്റ്റാൻഡിങ് ബാലൻസ് എന്നീ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ബ്രിഡ്ജിങ് എന്നുള്ളത്. നമ്മുടെ ആദ്യത്തെ പിക്ചറിലേക്ക് വരാം. ആദ്യത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കസേരയിൽ ഇരിക്കി എണീറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ്, സ്ക്വാറ്റ്സ് എന്ന് പറയും. ഇത് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഒരു ജനലിന്റെ സൈഡിൽ ഒരു ചെയർ ഇട്ടിട്ട് ജനലിന്റെ കമ്പിയെ പിടിച്ചിട്ട് ഇരിക്കുക എണീക്കുകയും ചെയ്യുന്ന പറയുന്നത് കുറച്ചും കൂടെ ഈസിയർ, കുറച്ചും കൂടെ സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ ജനലിന്റെ കമ്പിയെ പിടിച്ചിട്ട് ഇരുന്നു എണീറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. കാര്യം ഓൾറെഡി നമ്മുടെ ബാക്ക് മസിൽസ്, പാരാസ്പൈനൽ മസിൽസും നമ്മുടെ ഹിപ്പിന്റെ പെൽവിക് മസിൽസും എല്ലാം ആക്ടിവേറ്റ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യും ഈ സമയം. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മുതൽ 20 തവണ വരെ ഒരു ദിവസം ഒരു 3-4 തവണ ചെയ്യാവുന്നതാണ്. ഓരോ എക്സസൈസും എല്ലാ എക്സസൈസും ടൈലർ മെയ്ഡ് ആയിരിക്കണം. അതായത് ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കുന്ന അതേ എക്സസൈസ് എനിക്ക് നാളെയും ചെയ്യിപ്പിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ആ രോഗിയുടെ അവസ്ഥ ഏതാണോ, ഏത് എക്സസൈസ് ആണോ അദ്ദേഹത്തിന് കംഫോർട്ടബിൾ ആയിട്ടുള്ളത്, ആ എക്സസൈസിന് മാക്സിമം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെറിയ രീതിയിൽ നടക്കുക, ജോഗ് ചെയ്യാൻ പറ്റുന്നവർക്ക് ജോഗ് ചെയ്യാം, ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ, ഇപ്പൊ നിന്ന് ഡാൻസ് ചെയ്യണം നിർബന്ധമില്ല, ഇരുന്നുകൊണ്ട് തന്നെ കൈ മൂവ്മെന്റ്, അത് മാനസിക ഉല്ലാസത്തിനും കുറച്ചും കൂടെ എക്സസൈസിലേക്കുള്ള ഒരു എനർജി ലെവൽ കൂട്ടാനും ഒരുപാട് സഹായിക്കും. മ്യൂസിക് വെച്ചിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം. അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടന്നിട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് 2 മുട്ടും മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു മുട്ട് മുകളിലോട്ട് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം. ഇത് നമ്മുടെ അഡക്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ തുടയുടെ നടുക്കുള്ള മസിൽസിനെ, ഈ ഭാഗത്തെ മസിൽസിനെ കുറച്ചും കൂടെ ബലപ്പെടുത്താനും ഇതിന്റെ അബ്ഡക്ടർസ്, അതായത് ഇതിന്റെ പുറത്ത് ഉള്ള ഈ നമ്മുടെ കാല് പുറത്തേക്കും അകത്തേക്കും എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മസിൽസ്, ആ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത്. ഹീൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു കസേരയിലോ സ്റ്റൂളിലോ ഇരുന്നിട്ട് നമ്മുടെ കാല് മുകളിലേക്ക്, ഇപ്പൊ ഈ കൈ വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടുന്ന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇത് ഈ ഭാഗം മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. ഇത് നമ്മുടെ ഹിപ്പിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ പാദം താഴേക്ക് ഇങ്ങനെ എത്തി കിടക്കുക, ഈ പാദത്തിന് മുകളിലേക്ക് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം. ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് കാഫ് എന്ന് പറയുന്ന നമ്മുടെ മുട്ടിന്റെ പുറകിലത്തെ മസിലുകൾ കുറച്ചും കൂടെ, കാഫിനെയാണ് ശരിക്കും നമ്മുടെ രണ്ടാം ഹൃദയം എന്ന് പറയും. കാര്യം നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസിലാണ് ഗ്യാസ്ട്രോണമസ് സെൻസോറിയസ് എന്ന മസിലിന്റെ പേര് കാഫ് മസിൽ എന്ന് പറയും. മുട്ടിന്റെ പുറകിലായിട്ട് വരുന്ന മസിൽ. ഇതിനെ സ്ക്യൂസ് ചെയ്യുക, അതായത് ഇതിനെ നമുക്ക് ആക്റ്റീവ്ലി, അതായത് നമ്മുടെ കാലിന്റെ പാദം മുകളിലോട്ടും താഴത്തും ചെയ്യും. ഈ മസിൽ ആക്ടിവേറ്റഡ് ആകുകയും രക്തയോട്ടം നല്ലപോലെ കൂടുകയും ചെയ്യും. ഈ രക്തയോട്ടം നല്ലപോലെ കൂടുമ്പോൾ തന്നെ എനർജി ലെവലിന് വ്യത്യാസം വരും. കുറച്ചും കൂടെ ഈസിയർ ആയിട്ട്, കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് എക്സസൈസ് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്, ഏത് സമയത്തും ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. ഇൻ കേസ് ഈ പറയുന്ന പോലെ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്താണ് ഈ വ്യായാമം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യും, അവിടുന്ന് ശുദ്ധരക്തം ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അതോടൊപ്പം കാലിൽ നീരുള്ളവർ, കാലിന്റെ പാദത്തിൽ നീരൊന്നും അങ്ങനെയുള്ളവർക്കും ഈ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. കാര്യം ഈ നീരിനെ കുറയ്ക്കാനും, അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 1-2 പില്ലോ വെച്ച് കാല് കുറച്ചൊക്കെ ഉയർത്തി വെക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഈ പറയുന്ന നീര് കുറയ്ക്കാനും നല്ലതാണ്. ഉയർത്തി വെക്കുന്ന സമയത്ത് കാലിന്റെ പാദത്തിന് നല്ല മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് കാലിന്റെ പാദം ഇങ്ങനെ മുകളിലോട്ടും താഴ്ത്തും ആക്കിയപ്പോലെ മുകളിലേക്ക് എത്ര വരും അത്രയും നല്ലതുപോലെ ചെയ്ത് കുറച്ചു നേരം ഒരു 5 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യും. മുകളിലേക്ക് എടുത്ത് മാക്സിമം ടൈം ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യും. അതാണ് ഈ ഒരു എക്സസൈസിന്റെ പ്രത്യേകത.
നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സിനെ കുറച്ചും കൂടെ നന്നാക്കാനായിട്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിൽക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഭാവം, അതായത് പോസ്റ്റർ നന്നാക്കാനായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളാണ് ഇതിൽ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഈ വ്യായാമത്തിന്റെ എല്ലാ പ്രിന്റ് ഔട്ട്സും കാര്യങ്ങളും കിട്ടാനായിട്ട് ഫിസിയോതെറാപ്പിയുടെ ഒരു ബുക്കുണ്ട്. കേരള സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു ബുക്കാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ പോയാലും ഫിസിയോതെറാപ്പിയെ കുറിച്ച്, മാനസിക ആരോഗ്യ പരിപാലന ഫിസിയോതെറാപ്പിയിലൂടെ എന്നാണ്, മാനസിക ശാരീരിക ആരോഗ്യ ഫിസിയോതെറാപ്പിയിലൂടെ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ എക്സസൈസിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഒരു എക്സസൈസിലേക്ക് വരാം. അപ്പൊ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാവം നിലനിർത്താനായിട്ട് ഇരുന്നുകൊണ്ട് ഈ എക്സസൈസുകളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ഇരിക്കുക, കാല് രണ്ടും വിടർത്തി വെക്കുക പുറത്തേക്ക്. കാല് വിടർത്തി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, കാലിന്റെ പാദം പുറത്തേക്ക് ഇരിക്കുക. കാലിന്റെ പാദം നേരെ വെക്കാൻ ശ്രമിക്കാതിരിക്കുക. കാലിന്റെ പത്തി പുറത്തേക്ക്, രണ്ട് വശത്തേക്ക് ഇരിക്കുക. കൈകൾ രണ്ടും കാലിന്റെ മുട്ടിൽ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം മുമ്പോട്ട് എത്ര തുനിയാൻ പറ്റും അത്രയും തുനിയുക. അതിനുശേഷം നിവർന്നിരിക്കുന്ന സമയത്ത് കൈകൾ രണ്ടും റൈറ്റിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു എക്സസൈസിന്റെ പ്രത്യേകം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, വീഴാനുള്ള സാധ്യതയും പേടി, അതായത് മുമ്പോട്ട് മറിഞ്ഞു വീഴുവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാറുണ്ട് പല ആൾക്കാർക്കും. ഈ പേടിയെ മുമ്പോട്ട് മറിഞ്ഞു വീഴില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനും ഈ എക്സസൈസ് വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങളും പറയുന്നു. അപ്പോൾ ഇരുന്നിട്ട് വളരെ അനായാസം ചെയ്യാവുന്ന ഒരു വ്യായാമമാണിത്. ഇരിക്കുക, കാൽ രണ്ടും പുറത്തേക്ക് വിടർത്തി വെക്കുക. വിടർത്തി വെച്ചതിന് ശേഷം കൈകൾ രണ്ടും കാൽമുട്ടിൽ പിടിച്ചിട്ട് മുമ്പോട്ട് കുനിയുക. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിവരുന്ന സമയത്ത് കൈകൾ രണ്ടും ബാക്കി. ഈ എക്സസൈസും ഒരു 15 മുതൽ 30 തവണ വരെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇരുന്നിട്ട് ഈ കാണുന്ന ഇത്രയും സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ എക്സസൈസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതിലായിട്ട് കൊടുത്തിരിക്കുന്നത് ടീച്ചർ. അപ്പോ ഒരു കാലയിലേക്ക് കൈയുടെ മുട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റു കൈ മുകളിലേക്ക് പോവുകയും, ഇവിടെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ മുകളിലേക്ക് പോകുന്ന കൈയിലേക്ക് നോട്ടം കൂടെ ചെല്ലുമ്പോഴാണ് ശരിക്കും ആ എക്സസൈസ് പൂർത്തിയാവുന്നത്. ഒരു കാല് പുറത്തേക്ക് നീട്ടി വെച്ചു, മറ്റ് മടങ്ങിയിരിക്കുന്ന കാലിൽ കൊണ്ട് കൈയുടെ സപ്പോർട്ട് എടുത്തിട്ട് നീട്ടി വെച്ച കാലിന്റെ അതേ ഭാഗത്തെ കൈ മുകളിലേക്ക് ഉയർത്തുകയും ആ കൈയിലേക്ക് നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യും. അതുപോലെ നമ്മൾ ഈ മുട്ടിൽ വെച്ചിരിക്കുന്ന കൈ താഴേക്ക് കൊണ്ടുപോയി കാലിന്റെ പാദത്തിന്റെ അവിടെ ടച്ച് ചെയ്ത് തിരിച്ചു വരുന്ന, ഇതാണ് അടുത്ത എക്സസൈസ്. ഇതും ശരീരത്തിന്റെ നടുവിന്റെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും നടുവിന്റെ ഭാഗത്തെ പേശികൾക്കൊക്കെ നല്ലൊരു വലിവും ഒരു ആയാസവും കൊടുക്കാനായിട്ട് ഫലപ്രദമാണ്. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന, വളരെ അനായാസം ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് ഇത്. അടുത്തത്, രണ്ട് കൈയും വിരിച്ചു പിടിക്കും. രണ്ട് കൈയും വിരിച്ചു പിടിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇരുന്ന അതേ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുക. രണ്ട് കൈയും വിരിച്ചു വെച്ചതിന് ശേഷം ഓരോ വശത്തേക്ക് ഈ കൈ കൊണ്ടുപോകുക. ഇതും ബാലൻസിന് വേണ്ടി, അതായത് ഇത് ചെയ്യുന്നത് നമ്മുടെ ട്രങ്ക് റൊട്ടേഷൻ, അതായത് നമ്മുടെ ഈ നടുവിന്റെ ഭാഗത്തെ കറക്കാണ് ചെയ്യുന്നത്. രണ്ട് വശത്തേക്ക് നമ്മൾ ഇരുന്നിട്ടപ്പോൾ ഇടുപ്പ് അനങ്ങുന്നില്ല, നമ്മുടെ മുകൾ വശം, ഇടുപ്പിന്റെ മുകളിലേക്കുള്ള ഭാഗമാണ് രണ്ട് വശത്തേക്ക് തിരിയുന്നത്. അതാണ് അടുത്ത ഒരു വ്യായാമം. എല്ലാം 15 മുതൽ 30 തവണ വരെ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറയും. അതായത് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് നമുക്ക് എങ്ങനെ പോകാം. ഇരുന്നിട്ട് എണീക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നേരെ കസേരയിൽ ഇരുന്നു രണ്ട് കൈകളും കാൽമുട്ടിൽ പിടിച്ച് മുമ്പോട്ട് കുനിയുക. മുമ്പോട്ട് കുനിഞ്ഞതിന് ശേഷം
ഇത് പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെ പ്രായമായിട്ട് എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന, പരിശീലിക്കാവുന്ന ഒരു വ്യായാമങ്ങളാണ്. മുട്ടിൽ പിടിച്ചതിന് ശേഷം പരമാവധി മുന്നോട്ട് കുനിയുക. മുമ്പോട്ട് കുനിഞ്ഞതിന് ശേഷം കൈയുടെ സപ്പോർട്ടോടുകൂടി കൈയുടെ ഒരു ബാക്കിലേക്ക് ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് എണീക്കാൻ പറ്റും. കൈ രണ്ട് ബാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഇരിപ്പിന്റെ ഭാഗം മുകളിലേക്ക് പൊക്കുകയും അതോടൊപ്പം കൈ ബാക്കിലേക്ക് തള്ളുകയും ചെയ്താൽ മുട്ട് മുമ്പോട്ട് തെന്നി പോകാതെ മുട്ടിനെ ഒരു സപ്പോർട്ടോടുകൂടി എണീക്കാൻ പറ്റും. അത് എണീക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം മതി. എക്സസൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ആയാസപ്പെടുക, തിരിച്ചു വരിക, വീണ്ടും മുമ്പോട്ട് ആയാസപ്പെടുക, തിരിച്ചു വരിക. അതാണ് ഈ എക്സസൈസ് കൊണ്ടുള്ളത്. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലും പുറത്തേക്ക് വെച്ചു. അതിൽ ഒരു കാല് സെന്ററിൽ വെച്ചു, അടുത്ത കാല് അടുത്ത വശത്തേക്ക് ഇടതുവശത്തേക്ക് വെച്ചിട്ട് ഇടതുവശത്തെ മാക്സിമം പുറത്തേക്ക് പോവുകയും വലതുവശത്തെ കൈ കൊണ്ട് മുട്ടിൽ തള്ളുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഒരു സ്ട്രെച്ചാണ് കിട്ടുക. നമ്മുടെ നടുവിന്റെ ഭാഗത്ത് ഒരു സ്ട്രെച്ച് കിട്ടാനായിട്ട് ഈ എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസാണ്. ഇതും 15 മുതൽ 30 തവണ വരെ ചെയ്യാവുന്നു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി കിടന്നുകൊണ്ടുള്ള കുറെ എക്സസൈസ് നമുക്കെല്ലാം അറിയാം. സാധാരണ പാർക്കിൻസൺസ് ആൾക്കാർക്ക് സാധാരണ പറയാം അങ്ങനെ ചെയ്യാം. അതല്ല, കുറച്ചു നേരം ഈ ഒരു പൊസിഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ സ്പൈനൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. നടുവിന്റെ ഒരു കുറച്ചും കൂടെ ഒന്ന് നിവരാനായിട്ട്, നടുവ് കുറച്ചും കൂടെ നിവർന്നു വരാനായിട്ട് സഹായിക്കും. ഇതും മാക്സിമം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. കമന്ന് കിടക്കാവുന്നതാണ്. കമന്ന് കിടന്ന കാര്യം കിടന്നുകൊണ്ടുള്ള എക്സസൈസ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സ്റ്റേജ് 1 or 2 ആൾക്കാർക്ക് മലന്ന് കിടക്കാം. മലന്ന് കിടന്നിട്ട് ഈ മുട്ടിൽ നിൽക്കുക, വീണ്ടും തിരിച്ച് ഈ പൊസിഷനിലേക്ക് വരിക, ഈ പൊസിഷനിൽ നിന്ന് തിരിച്ച് ഈ പൊസിഷനിലേക്ക് വരിക, മലന്ന് കിടന്നിട്ട് വീണ്ടും കമന്ന് കിടക്കുക, കമന്ന് കിടന്ന് മുട്ട് ബാക്കിലേക്ക് വരും, ഈ ഒരു പൊസിഷനിലേക്ക് പോവുക, കൈകൾ രണ്ടും പുറകിലേക്ക് വെക്കുക. എല്ലാം വളരെ സാവധാനം. ഈ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വളരെ സാവധാനം മാത്രം ഓരോ പൊസിഷനും ഓരോ എക്സസൈസും മനസ്സിലാക്കുക. ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഈ പൊസിഷനാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അടുത്ത പൊസിഷനിലേക്ക് പോവുകയാണ്. അതും എക്സസൈസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ആരെങ്കിലും എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, രോഗി മറ്റെന്തെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങുന്നു, അവിടെ എക്സസൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടാതെ വരുന്നു. അപ്പൊ ആ ഭാഗവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം ആ എക്സസൈസിനോട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതും കമന്ന് കിടന്ന് തന്നെ ചെയ്യുന്ന എക്സസൈസാണ്. കമന്ന് കിടന്ന് ഒരു കൈ പൊക്കി, ഇടതുവശത്താണെങ്കിൽ ഇടത് കൈ പൊക്കി, ശരീരഭാരം വലത്തേക്ക് ചെയ്യും, വീണ്ടും അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലത് കൈ പൊക്കിക്കൊണ്ട് ശരീരഭാഗം ഇടത്തേക്ക് ചെയ്യും. ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ ഇത് ചെയ്യുക, വീണ്ടും പഴയ രീതിയിലേക്ക്. മറ്റേ എക്സസൈസ് നമ്മൾ നേരെ കിടക്കുക, കിടന്നിട്ട് ഒരു കൈ മാത്രം മാക്സിമം ബാക്കിലേക്ക് പോവുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈയുടെ മുട്ട് നിവർന്ന് തന്നെ. കൈയുടെ മുട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ പോകാൻ പാടില്ല, പുറത്തേക്ക് പോകും. കൈയുടെ മുട്ട് നിവർന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടന്നുകൊണ്ട് നമ്മൾ രണ്ട് കൈയുടെ എക്സസൈസ് കിട്ടും. കൈയുടെ മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച എക്സസൈസ് മുട്ട് മടങ്ങിയിരിക്കുന്ന എക്സസൈസ്. ഈ മുട്ട് മടങ്ങിയിരിക്കുന്ന എക്സസൈസ് അതേ ഈ പൊസിഷനിൽ തന്നെ ഇരുന്ന് കൈകൾ മുമ്പോട്ട് വെച്ച് നടുവിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇതാണ് വെയിറ്റ് ഷിഫ്റ്റിംഗ് എന്നാണ് ആ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ട്രങ്ക് റൊട്ടേഷൻ. നമ്മൾ നേരത്തെ കണ്ടു, മുട്ട് മടക്കി വെച്ച് നടു പൊക്കുന്ന ബ്രിഡ്ജിങ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് കണ്ടു. അതുപോലെ തന്നെ ട്രങ്ക് റൊട്ടേഷൻ എന്ന് പറയുന്നത് മലർന്ന് കിടക്കുക, വലത് കാല് ഇടത് കാലിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാക്സിമം പുറത്തേക്ക് വെച്ചിട്ട് ശരീരം ഇടതുവശത്തേക്ക് മാക്സിമം തിരിക്കുകയും ഇടതുവശത്തെ കൈ പുറത്തേക്ക് പോവുകയും. ഇതും ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ഒരു പൊസിഷനിൽ ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു വരിക. അത് ഒരു 10 മുതൽ 15 തവണ വരെ ചെയ്യും. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യും. അത് രണ്ടും മാറി മാറി ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ
മുട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞു മുട്ടിലിരിക്കുക, രണ്ട് കൈയും രണ്ട് കാൽമുട്ടുകളും കുത്തി തല താഴേക്ക് മുട്ടിച്ച് തിരിച്ചു വരും. തല ഫ്രണ്ടിലേക്ക് മുട്ടിച്ചതിന് ശേഷം തിരിച്ചു വരും. ഇത് ട്രാൻസിഷൻ എക്സസൈസ്. അത് കമഴ്ന്ന് കിടന്നു തന്നെ നമുക്ക് ഒരു കൈ പൊക്കി മറ്റൊരു കൈയുടെ സപ്പോർട്ട്, മറ്റൊരു കൈയുടെ മുട്ടിന്റെ സപ്പോർട്ട്. ഇത് കുറച്ചും കൂടെ ആരോഗ്യം കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു എക്സസൈസിലേക്ക് പോകാൻ പറ്റുള്ളൂ. കൈ മുട്ട് കുത്തിക്കൊണ്ട് ചെയ്യുക. അതുപോലെ രണ്ട് വശത്തേക്കും കാലിന്റെ മുട്ട്, ഓരോ കാലിന്റെ മുട്ട് രണ്ട് വശത്തേക്ക് തിരിക്കും. ഇനി മറ്റൊരു എക്സസൈസ് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ്. സാധാരണ ഇരുന്നിട്ട് ഇത് കഴുത്തിനും ഈ പറഞ്ഞത് തന്നെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു പോസ്റ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് കഴുത്ത് മുമ്പോട്ട് കുലിക്കുക, മുകളിലേക്ക് നോക്കുക, ഇങ്ങനെയുള്ള ജനറൽ എക്സസൈസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ രോഗി വളരെ ഇൻട്രസ്റ്റോടു കൂടി വേണം ഈ ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ. എന്തിനാണ് ഈ എക്സസൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വേണം ഈ എക്സസൈസ് ചെയ്യാൻ. കൈകൾ രണ്ട് മുകളിലേക്ക് പൊക്കുക, താഴേക്ക് വരിക, ഒരു കൈ ബാക്കില്, ഒരു കൈ ഫ്രണ്ടില് കപ്പിയെ പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുക. അതുപോലെ ഒരു കൈ കൊണ്ട് മാത്രം മുകളിലേക്ക് താഴെ പൊക്കുക, താഴെ. ഇങ്ങനെയുള്ള നോർമലി. അതുപോലെ ഞാൻ ഈ ലാസ്റ്റ് ഈ എക്സസൈസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കാഫ് മസിലിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും ഈ അശുദ്ധ രക്തം നല്ലപോലെ പമ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പൊ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു വ്യായാമം ചെയ്യുന്ന പാർക്കിൻസൺസ് ആൾക്കാർക്ക് വളരെ ഫലപ്രദമാണ്. ഇനി പാർക്കിൻസൺസ് ബാധിതർ വീഴുന്നത് തടയാനുള്ള കുറച്ച് മാർഗനിർദ്ദേശമാണ്. പാർക്കിൻസൺസ് രോഗികൾ യൂഷ്വലി നമ്മൾ ഇതിന്റെ റിസ്ക് അസസ്മെന്റ് എന്ന് പറയും. അതായത് നമ്മൾ ഇതിന്റെ അപകട സാധ്യത ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒന്ന് വിലയിരുത്തുക. അപ്പം ഇതിനു മുമ്പ് എത്ര തവണ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര തവണ വീഴാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. രണ്ട്, അസുഖത്തിന്റെ തീവ്രത, ഈ രോഗത്തിന്റെ തീവ്രത. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേജിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം സ്റ്റേജ് 3 ആണോ 3-ന് മുകളിലാണോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് കൂടുതലും അപകട സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രീസിങ് ഓഫ് ഗേറ്റിനെ കുറിച്ച് പറഞ്ഞത്, നടക്കുന്ന സമയത്ത് നിന്നു പോവുക, പെട്ടെന്ന് സ്റ്റക്കാതെ, മുമ്പോട്ടും പുറകോട്ടും പോകാതെ ഇരിക്കാനും പറ്റുന്നില്ല, ആ ഒരൊറ്റ പൊസിഷനിൽ ഒരു സ്റ്റാച്യൂവിനെ പോലെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് എത്ര പ്രാവശ്യം വരുന്നുണ്ടോ ഒരു ദിവസം നോക്കുക. അതുപോലെ മുമ്പോട്ടുള്ള വളവ് എത്രത്തോളം വളഞ്ഞു നോക്കുക. ബാലൻസിന് എന്തോരം പ്രശ്നങ്ങൾ. വേറൊരു കാര്യം, പെട്ടെന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാതിരിക്കുന്നത് ഒരു ദിവസം എത്ര നേരമാണെന്ന് ഒന്ന് അസസ് ചെയ്യുക. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒരു കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, നമ്മൾ ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ഫുഡ് സ്വിങ്സ്, മാനസിക പ്രശ്നങ്ങൾ, വിഷാദം, പിന്നെ ഏറ്റവും കൂടുതൽ വീഴുമോന്നുള്ള ഭയം. ഇതൊക്കെ ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ എക്സസൈസിലേക്കും കാര്യങ്ങളിലേക്കും പോകും. അതുപോലെ കിടന്നിട്ട് എണീക്കുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക, കണ്ണിന് ഇരുട്ട് കയറുക. എപ്പോഴും ഇങ്ങനത്തെ കൂടുതൽ സമയം ഇങ്ങനത്തെ ആളുകൾ കിടക്കുകയായിരിക്കും ചെയ്യുക. അപ്പോ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നേരെ ഒരു രോഗി ഇങ്ങനെ എണീപ്പിക്കരുത്. എപ്പോഴും എണീക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് 1-2 തവണ ശ്വാസം വലിച്ചുവിട്ട് കാലുകൾ വളരെ സാവധാനം താഴേക്കിട്ട് കൈയുടെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ മറ്റൊരാൾ കൈ പിടിച്ചിട്ടാണെങ്കിലും എണീക്കിരുന്ന് നല്ലപോലെ ശ്വാസം വലിച്ചു വിട്ട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം മാത്രം വ്യായാമമാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഒക്കെ ചെയ്യാം. ഒന്നിനും ധൃതി പിടിക്കാതിരിക്കും. സമയമെടുത്ത് ഓരോ സൈഡിലേക്ക് ചെരിഞ്ഞതിന് ശേഷം കൈ കുത്തി വേണം എണീക്കാൻ. ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എണീക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറഞ്ഞിട്ട് പെട്ടെന്ന് തലകർക്കം ഉണ്ടാകുക, കണ്ണിലിരിക്കുക. ഇത് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ രീതി തന്നെയാണ്. കിടക്കുന്നത്, കിടന്നിട്ട് എണീക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ വരികയാണെന്ന്. അതുപോലെ ഈ കാഴ്ച ശക്തിക്ക് എന്തെങ്കിലും നമ്മൾ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ, അതും നമ്മൾ വിലയിരുത്തുന്നു. പിന്നെ മെഡിസിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ടുവരാം. അതായത് മരുന്നിന്റെ പാർശ്വഫലങ്ങൾ, ഈ ഡിസ്കൈനസ്, പെട്ടെന്ന് ഈ
എന്താ പറയാ, ഈ ഒരു സമയത്ത് പെട്ടെന്ന് മൂവ്മെന്റ്സ് കൂടുകയും പെട്ടെന്ന് മൂവ്മെന്റ്സ് കുറയുകയും ചെയ്യും. ചിലപ്പോ മരുന്ന് സിൻഡോപ്പ പോലുള്ള മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചില ആൾക്കാരിൽ കാണുന്ന അവർക്ക് മൂവ്മെന്റ്സ് പെട്ടെന്ന് മൂവ്മെന്റ്സിലേക്ക് വരുന്നതിനായിട്ട് ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നി. ആ സമയത്ത് മൂവ്മെന്റ്സ് ഭയങ്കര കൂടുതലായിട്ട് വരും. അതും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര തവണ വരുന്നു മനസ്സിലാക്കുക. ഇതിന്റെ കുറച്ച് ടെസ്റ്റുകളുടെ പേരുകളാണ് ഈ ടച്ച് ടെസ്റ്റ്. ഇതെല്ലാം ടെസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രോഗിയുടെ അടുത്ത് ക്ലിനിക്കലി ചെയ്യുന്ന ടെസ്റ്റാണ്, അല്ലാതെ ഈ നമ്മുടെ ബ്ലഡോ അല്ല അങ്ങനത്തെ ടെസ്റ്റുകളല്ല. ഇതെല്ലാം ബാലൻസിങ്ങിന്റെ, ഇതിനെല്ലാം ഒരു സ്കെയിലുണ്ട്. അപ്പോൾ ഈ സ്കെയിൽ പ്രകാരം എത്രയാണ് ഇവർക്ക് വരുന്ന സ്കോർ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഈ എക്സസൈസുകൾ, പാർക്കിൻസൺസ് രോഗികൾക്കുള്ള എക്സസൈസുകൾ, ഫോൾ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ടഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ബെർത്ത് ബാലൻസ് സ്കെയിൽ എന്ന് പറയുന്നത് BBS എന്ന് പറയുന്നത്, അതുപോലെ SES എന്ന് പറഞ്ഞൊരു ഫോൾസ് എഫിക്കസി സ്കെയിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉപകരണങ്ങളിൽ ഉദ്ദേശിക്കുന്ന ടൂൾസ് എന്നുള്ളതിന്റെ മലയാളമുള്ളവരുണ്ട്. അപ്പൊ ഇതാണ് യൂഷ്വലി ഫിസിയോതെറാപ്പിസ്റ്റുകൾ പാലിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ടൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ മരുന്ന് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. മരുന്ന് പരമാവധി ആൾക്കാർ മരുന്നുകൾ തനിയെ എടുത്തു കഴിക്കാതെ ആരെങ്കിലും ഒരാൾ കൃത്യസമയത്ത് വാക്സിൻ എടുത്തു കൊടുക്കുന്നതാണ് എപ്പോഴും കാര്യം. മറവി എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു ഒരു സംശയത്തിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ ന്യൂറോളജിസ്റ്റ് ആലോചിച്ച് മരുന്നിന്റെ ഉപയോഗം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും. മരുന്ന് കഴിക്കുക എന്നുള്ളതിനെക്കാട്ടിലും മരുന്ന് ഏത് സമയത്ത് കഴിക്കുന്നു, എത്ര ഡോസേജ് കഴിക്കുന്നു എന്നുള്ളത് ഫ്രീക്വന്റ് വിസിറ്റ്സ് ന്യൂറോളജിസ്റ്റുമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കാണുന്നതല്ല, ഒരു മന്ത്ലി വൺസ് അല്ലെങ്കിൽ 3 months വൺസ് അതിന്റെ ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ഈ ഓരോ സമയത്തും ഡോപ്പമിനർജിറ്റിക് മരുന്നുകളുടെ എന്താ പറയുക ഏത് സമയത്താണോ കൊടുക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പം ഒരു രോഗിയെ കൊണ്ട് ന്യൂറോളജിസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പം ന്യൂറോളജിസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ദിവസം എത്ര തവണ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര തവണ ഈ മൂഡ് സ്വിങ്സ് വരുന്നത്. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് റെഡിയാക്കുക. ഒരു ദിവസം മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഉറക്കം കൂടുതലാണ്, എണീക്കാനായിട്ട് പാടാണ്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ്, പിന്നെ രാത്രി ആകുമ്പോഴേക്കും തോന്നും, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ല, പകലാണ് ഫുൾ ടൈം ഉറക്കം. ഇത് ഏതാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ന്യൂറോളജിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള അത്യാവശ്യം. അതനുസരിച്ചായിരിക്കും മരുന്നിന്റെ ഡോസേജ് ഏത് സമയത്താണ് മരുന്ന് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്. ഫിസിയോതെറാപ്പി ചികിത്സയിൽ നമ്മൾ ഇനി കാണുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുക, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ബാലൻസ് ട്രെയിനിങ്ങിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഗെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു വളരെ വിശദമായ ഒരു സ്ലൈഡാണിത്. അപ്പോൾ ഫിസിയോതെറാപ്പി ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്നത്. ബാലൻസിനെ നിലനിർത്താനായിട്ട് ചെയ്യുന്നു, നടക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഫ്രീസിങ് ഓഫ് ഗെയിറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്ന് പോകുന്നതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന്റെ ബലം കൂട്ടാനും ശരീരത്തിന് കുറച്ചും കൂടെ വഴക്കം ഉണ്ടാക്കാനും കുറച്ചും കൂടെ ആയാസം വരുത്താനുമായിട്ടുള്ള എക്സസൈസുകളാണ് സാധാരണ ഈ ഫിസിയോതെറാപ്പി ചികിത്സയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുക. അപ്പം ഈ സ്റ്റാറ്റിക് ബാലൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ ഈ എക്സസൈസ് ഒക്കെ നമ്മൾ നേരത്തെ കാണിക്കുകയും ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരികയും ചെയ്തതാണ്. 3 തരത്തിലാണ് ശരിക്കും ഈ ബാലൻസ് ട്രെയിനിങ് പോകുന്നത്. ഒന്ന് സ്റ്റാറ്റിക് ബാലൻസ് ട്രെയിനിങ്, ഒന്ന് ഡൈനാമിക് ബാലൻസ് ട്രെയിനിങ്, ഒന്ന് പെർട്യൂബേഷൻ ബേസ്ഡ് ബാലൻസ് ട്രെയിനിങ്. അപ്പൊ ഈ 3 രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. സ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തനിയെ നിൽക്കാൻ പറ്റുക, ഒരു കാലം നിൽക്കുക, ഇതാണ് സ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറയുന്നത്. ഡൈനാമിക് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് 2 വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് 2 കാലിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ്
മാറ്റിക്കൊണ്ടുള്ള എക്സസൈസ്. റെക്യുപറേഷൻ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് നിന്ന് ഒന്ന് തിരിഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തള്ളി, ആരെങ്കിലും ഒന്ന് തട്ടി ആ സമയത്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ഈ 3 രീതിയിലുള്ള ബാലൻസുകളും മെച്ചപ്പെടുത്താനുള്ള വ്യായാമ മുറകളാണ് നമ്മൾ ഈ ബാലൻസ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഗെയിറ്റ് ട്രെയിനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ക്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മള് ഒരു അടയാളം, ഇപ്പൊ നടന്നോളൂ ഫ്രണ്ടിലോട്ട് നടന്നോളൂ, കാലെടുത്ത് വെച്ച് നടന്നോളൂ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഒരു ലൈറ്റ്, ലേസറിന്റെ ലൈറ്റ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ലൈറ്റ് നോക്കി കാലെടുത്ത് വെക്കാമോ, ഈ റെഡ് ലൈറ്റ് കണ്ടോ, ഈ ഗ്രീൻ ലൈറ്റ് കണ്ടോ, ഈ ലൈറ്റ് വെച്ച് കാലെടുത്ത് വെക്കാമോ, ഇതൊന്നാമത്തെ കാര്യം. അതുപോലെ അത് വിഷ്വൽ ക്യൂവിൽ വരുന്നു. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും ടൈലുകളായിരിക്കും, 2x2 അങ്ങനത്തെ ടൈൽസ്. അപ്പൊ ഒരു ടൈലിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടൈലിലോട്ട് കാല് വെക്കാനായിട്ട് പറയും. അല്ലെങ്കിൽ ആ ടൈലിൽ ഒരു വര ഉണ്ടാവുമല്ലോ, 2 ടൈലിന്റെ കൂടെ ജോയിനിങ് ആയിട്ട് സ്ഥലം, ആ വരയുടെ അടുത്തേക്ക് കാല് വെക്കാൻ പറയും. അത് കുറച്ചും കൂടെ ഒരു എയിം ഉണ്ടാവും, ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അത് ചെയ്യുക, ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ അത് ചെയ്യുക. അപ്പൊ ആ ഒരു ഭാഗവും വിഷ്വൽ ക്യൂസിനകത്ത് വരുന്നതാണ്. അപ്പം ഒരു ലക്ഷ്യം കൊടുക്കുക, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ കൊടുക്കുക, ലൈറ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വരയിടാം, ചോക്ക് കൊണ്ട് വരയിടാം, പല കളറിലാണെങ്കിൽ റെഡും ഗ്രീനും ആണ് യൂഷ്വലി പറയാറുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ വിഷ്വൽ ക്യൂസ് കൊടുക്കാം. ശബ്ദം കൊണ്ട്, അതായത് നമ്മള് ദേഷ്യപ്പെടാതെ ഉച്ചത്തിലുള്ള വോയിസിലൂടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. അതായത് കാല് മുമ്പോട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് മുട്ട് മടക്കി കാല് മുമ്പോട്ട് വെച്ച് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുക. അതുപോലെ മ്യൂസിക്കിനനുസരിച്ച്, അതായത് ഇതൊരു താളം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ചില് ഒരു പ്രാവശ്യം കാലെടുത്ത് വെക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പാർക്കിൻസൺസ് രോഗികളുടെ നടപ്പിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മെച്ചപ്പെടാറുണ്ട്. അതിന്റെ കാരണം മറ്റേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നടക്കാനുള്ള സമയത്ത് വീണു പോകുന്നുള്ള ഒരു ഭയം ഉണ്ടാവും, അതുപോലെ ഈ ഫ്രീസിംഗ് ചെയ്ത് പെട്ടെന്ന് നിന്ന് പോകാനുള്ള ഒരു ഭയം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം സംഭവിക്കാതെ ഇതിൽ നിന്നും ചിന്തയൊന്ന് മാറ്റി, അതായത് എന്റെ ആവശ്യം ആ ലൈറ്റ് കാണുന്നിടത്തേക്ക് എന്റെ കാല് പോവുക എന്നുള്ളതാണ്. അപ്പൊ ലൈറ്റ് കാണുന്നിടത്തേക്ക് എന്റെ കാല് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നടക്കും. അപ്പൊ ഞാൻ നടന്നാൽ ഞാൻ വീഴും, പക്ഷെ ലൈറ്റ് കാണുന്നിടത്തോട്ട്, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം പറയും, ആ പറയുന്നത് കേട്ട് മനസ്സിന്റെ കൂടുതൽ ശ്രദ്ധ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മൂവ്മെന്റ്സിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ കുറച്ചും കൂടെ നല്ല ഇതായിരിക്കും. കാര്യം കൂടുതലും പാർക്കിൻസൺസ് രോഗികൾക്ക് ഷോർട്ട് ഷഫ്ലിംഗ്, ഇത് വളരെ ഷോർട്ട് ചെറിയ ബേബി സ്റ്റെപ്സ് എന്ന് പറയും, ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും ഇവരെടുത്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പുകളുടെ നീളവും വലിപ്പവും കൂട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നടക്കുന്നത്. അപ്പൊ അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ കമാൻഡ്സിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, നമ്മുടെ വിഷ്വൽ ക്യൂസിലൂടെ നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എക്സസൈസിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലുകൾക്കും കൈകൾക്കും ബലം കൊടുക്കാനുള്ള എക്സസൈസിനെ കുറിച്ച് ഈ മോട്ടോർ ലേണിംഗിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു യൂറോപ്യൻ ഗൈഡ് ലൈൻ ആണ്. നമ്മൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്? നേരത്തെ പറഞ്ഞ വിഷ്വൽ ക്യൂയിങ്ങും ഓഡിറ്ററി ക്യൂയിങ്ങും അറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും, അതുപോലെ തന്നെ ഈ പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയും, ശരീര ചലനം ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ചില സൂചനകൾ കൊടുക്കുന്നതിനെ കുറിച്ച്. ഇതാണ് നമ്മൾ കാണാവുന്ന സൂചനകൾ, വിഷ്വൽ ക്യൂയിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. കേൾക്കാവുന്ന സൂചനകൾ, അതാണ് ശബ്ദരൂപത്തിലുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഈ നടത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓക്കെ നമ്മൾ നടക്കാൻ പോകണേ, റെഡി 1 2 3, അതിനുശേഷം നടക്കാൻ പറയുമ്പോൾ അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ രോഗികൾ പറയുന്ന 1 എന്ന് പറയുമ്പം ഇടതുകാലും, 2 എന്ന് പറയുമ്പോൾ വലതുകാലും വെക്കാൻ പറയുക, അല്ലെങ്കിൽ A എന്ന് പറയുമ്പോൾ വലതുകാലും, B എന്ന് പറയുമ്പോൾ ഇടതുകാലും വെക്കാൻ പറയുക, A വെച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തായിട്ട് അങ്ങനെ നമ്മുടെ ഈ രോഗിയുടെ മനസ്സിനെ കൂടെ മാറ്റി വ്യായാമം ചെയ്യിപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഔട്ട്കം പുറത്തേക്ക് വരികയാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ഈ ഒരു വീഡിയോ
യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പാർക്കിൻസൺസ് എക്സസൈസിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ പാർക്കിൻസൺസ് ഈ ഒരു ലിങ്ക് വഴി യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് ആ എക്സസൈസുകൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ബാലൻസ് ട്രെയിനിങ്ങിനെ കുറിച്ചും നമ്മുടെ സിറ്റിംഗ് എക്സസൈസിനെ കുറിച്ചും ഡംബലിന്റെ എക്സസൈസുകൾ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന ഒരു 10 മിനിറ്റോളം നീളമുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഈ സെഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ സർ ഈ വീഡിയോ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ? നിഡാസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് മീറ്റിംഗിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ടെക്നിക്കൽ ടീമാണ് അത് ആൻസർ പറയേണ്ടത്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്തോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് ഡിസ്കഷന്റെ സമയം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്യുപേഷൻ തെറാപ്പി വിഭാഗത്തിൽ നിന്നും മുത്തലക്ഷ്മി മാഡം, അതുപോലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ നിന്നും പ്രീതി സീസൺ മാഡം, അതുപോലെ സൈക്കോളജി വിഭാഗത്തിൽ നിന്നും ജീന മാത്യു അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ മറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പങ്കെടുക്കുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും എല്ലാ പാർട്ടിസിപ്പൻസും ഫില്ല് ചെയ്യാമെന്ന് ഓർക്കുന്നു. സാർ, ചാറ്റ് ബോക്സിൽ ചോദ്യം വന്നിട്ടുണ്ട്. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് എന്തെങ്കിലും പറയാമോ ചോദിച്ചിട്ടാണ്. മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നേരത്തെ പറഞ്ഞത് പാർക്കിൻസൺസ് രോഗികൾക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഡോപ്പമിന്റെ റിലീസ് ഒക്കെ. നോർമലി ഈ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സസൈസ്, പക്ഷെ അത് ഈ പാർക്കിൻസൺസിന്റെ സ്റ്റേജ് 1 ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റേജ് 2 ആൾക്കാർക്ക് കുറച്ചുകൂടി പാടായിരിക്കും. ഇത് ബേസിക്കലി കോർഡിനേഷൻ എക്സസൈസ് ആയിട്ട് പറയും. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വേറെകൊണ്ട് നമ്മളിങ്ങനെ ഓരോ ടിപ്പ് ഓഫ് ഫിംഗേഴ്സിൽ ഇങ്ങനെ തൊടുക. അതുപോലെ തന്നെ നമ്മുടെ നോർമലി നമ്മൾ ഇങ്ങനത്തെ കുറെ എക്സസൈസുകൾ, ഇതൊക്കെ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഈ എക്സസൈസ്. ഈ കോർഡിനേഷൻ എക്സസൈസ് കുറച്ചും കൂടെ ബ്രെയിനിന്റെ 2 ഭാഗത്തെയും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ സ്റ്റിമുലേഷൻ വഴി നമുക്ക് കുറച്ചും കൂടെ ഇതിനെ എന്താ പറയുക, ഈ മെമ്മറിയെ കൊണ്ടുവരികയും ചെയ്യാൻ പറ്റും. പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, നേരത്തെ പറഞ്ഞ ശ്വസന വ്യായാമങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വസന വ്യായാമം മൂക്കിൽ കൂടെ നല്ലപോലെ ശ്വാസം എടുത്ത് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വായിലൂടെ റിലാക്സ് ചെയ്ത് പുറത്തേക്ക് വിട്ട് ശ്വാസം ഉള്ളിലുള്ള ശ്വാസം മുഴുവൻ പോകുന്നത് വരെ റിലാക്സ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും ഡീപ് ബ്രീത്തിങ്, നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, ഈ കോർഡിനേഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മെമ്മറിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് നോർമലി പാർക്കിൻസൺസ് ബാധിച്ചവർക്ക് എന്തെങ്കിലും കോമൺ പ്രോട്ടോകോൾ വെച്ചിട്ടാണോ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്, അതോ ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? കണ്ടീഷൻ അനുസരിച്ച് ഒരു ടൈലർ മെയ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏത് സ്റ്റേജിലാണ് പേഷ്യന്റ്. ഇപ്പൊ സ്റ്റേജ് 1 ഇതേ പ്രോട്ടോകോൾ തന്നെ പോകണം. നമ്മൾ പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിലല്ല. നമ്മൾ പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് പ്രോട്ടോകോൾ ചെയ്യുന്നത്. എക്സസൈസ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടൈലർ മെയ്ഡ് ആയിട്ടാണ്. അപ്പോൾ ആ പേഷ്യന്റിന്റെ കംഫോർട്ട് അനുസരിച്ചും ആ പേഷ്യന്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഒപ്റ്റിമൽ ലെവലും അനുസരിച്ചായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്.
ഹലോ സർ. ഹലോ സർ. പിന്നെ ഈ 1-2 സ്റ്റേജിലൊക്കെ എത്തിയ ഒരു പാർക്കിൻസൺസ് രോഗി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇത് കിട്ടുമോ? പിന്നെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ആക്കാൻ പറ്റുന്നതാണോ? പാർക്കിൻസൺസ് രോഗം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തിന് ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ സ്റ്റേജസ് മോശമാവാതെ പ്രലോങ് ചെയ്യുക എന്നുള്ളതാണ് മെഡിസിനും ഫിസിയോതെറാപ്പി കൊണ്ടൊക്കെ നമുക്ക് ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 ആൾക്കാരെ മാക്സിമം ആ സ്റ്റേജിൽ എത്രത്തോളം നാളെ കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നാളെ കൊണ്ടുപോകാൻ 100% ക്യൂർ എന്ന് പറയുന്ന പദത്തിൽ. ഓക്കെ, താങ്ക് യു സർ. ഇതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് ഫിസിയോതെറാപ്പി സെന്ററിലാണോ അതോ ന്യൂറോളജിയിലാണോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ചോദിക്കാമോ? ഫിസിയോതെറാപ്പി കിട്ടുന്നതേ ആ, ന്യൂറോളജി സെന്ററിലാണോ അതോ ഫിസിയോതെറാപ്പി സെന്ററിലാണോ? ഇടകളെ ടെക്നിക്കൽ പീപ്പിൾ ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു. സാർ, ന്യൂറോളജി വിഭാഗത്തിലുള്ള ആളോ ഫിസിയോതെറാപ്പി ആണോ കാണിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് തോന്നുന്നു. ഫിസിയോതെറാപ്പി കാണിക്കേണ്ടത് ഫിസിയോതെറാപ്പി എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ന്യൂറോളജിയിൽ തന്നെയാണ് കാണുന്നത്. ഇത് രണ്ടും ഒരേ രീതിയിൽ പോവുകയാണ് വേണ്ടത്. മെഡിസിനിൽ പോകണം, എക്സസൈസുകൾ പോകണം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ബ്രീത്തിങ് എക്സസൈസ് ആദ്യത്തെ കാണിച്ചിട്ട് വേറെ മനസ്സിലായില്ല. ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് കാണിച്ചത് മനസ്സിലായില്ല എന്നാണ്. ബ്രീത്തിങ് എക്സസൈസ് ഒന്നുകൂടെ കാണിക്കണം. ബ്രീത്തിങ് എക്സസൈസ് പല ടൈപ്പ് ഓഫ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. പക്ഷെ ജനറൽ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. അതായത് നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം വലിച്ച് ഉള്ളിലേക്ക് എടുക്കുക, വയറ് നിറച്ച് ശ്വാസം എടുക്കുക എന്ന് പറയും. ശ്വാസം പോകുന്ന വയറ്റിലേക്കല്ല, ബട്ട് സ്റ്റിൽ മൂക്കിൽ കൂടെ ശ്വാസം നല്ലപോലെ വലിച്ചെടുത്ത് ഉള്ളിൽ മാക്സിമം ശ്വാസം വന്നതിന് ശേഷം 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം വായിക്കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, സാവധാനം പുറത്തേക്ക് വിടുക, കംപ്ലീറ്റ് ആയിട്ട് ഈ ശ്വാസം പോകുന്നത് വരെ ശ്വാസം വിടുക, എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക 10 മുതൽ 15 തവണ വരെ. ശരി സാർ, താങ്ക് യു. ഇതാണ് യൂഷ്വലി ചെയ്യേണ്ടത്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് മറ്റെന്തെങ്കിലും സംശയമോ സേവനങ്ങളോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിഡാസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്കും മെയിലിലേക്കും അതുപോലെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ വെബിനാറിൽ എക്സ്പെർട്ട് പാനലായി ഉണ്ടായിരുന്ന ഓക്യുപേഷൻ തെറാപ്പി വിഭാഗത്തിൽ മുത്തുലക്ഷ്മി മാഡം, അതുപോലെ പ്രീതി മാഡം, ജീന മാഡം എന്നിവരുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്ത സാറിനോടുമുള്ള ബിനു ജിം സാറിനോടുമുള്ള നന്ദി നിഡാസ് പ്രോജക്റ്റിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യാവുന്നതാണ്.